നമസ്കാരം. പ്രതികളായ കന്യാസ്ത്രീകൾ മുമ്പ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പോലീസ് എടുത്ത കേസ് കേവലം സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ളതാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ NIA കോടതി ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയുടെ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പോലീസിന്റെ കേസ് കള്ളക്കേസാണ് എന്ന് കോടതിക്ക് പോലും തോന്നി. കന്യാസ്ത്രീകളെയും യുവതികളെയും ആക്രമിക്കുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്ത ബജ്രംഗ് ദളുകാർക്കെതിരെയുള്ള പരാതി അവർ നൽകിയിട്ടുണ്ട്. അതിനിനിയും കേസെടുത്തിട്ടില്ല. ജാമ്യം കിട്ടിയ ഉടൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നന്ദി പറയുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു ഡൽഹി രൂപതാ ബിഷപ്പ് അനിൽ കൂട്ടോ. അതേസമയം കേരളത്തിൽ BJPയോടുള്ള നിലപാട് ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധിക്കേണ്ടി വരും എന്ന സൂചന നൽകുന്നു KCBC അധ്യക്ഷൻ ക്ലിമീസ് ബാവ. ജയിലിന് മുന്നിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നാടകമില്ലായിരുന്നുവെങ്കിൽ 2 ദിവസം മുൻപ് ജാമ്യം കിട്ടുമായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. BJPക്ക് നന്ദി പറയുന്ന പുരോഹിതർ ഇനിയും പാഠം പഠിച്ചിട്ടുണ്ട്. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ BJP ക്രെഡിറ്റ് എടുക്കാൻ തുനിയുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് VR അനൂപ്, CPM വക്താവ് A സമ്പത്ത്, വലതു നിരീക്ഷകൻ ബിജു നായർ, സാമൂഹിക നിരീക്ഷകൻ ഫാദർ അജി പുതിയ പറമ്പിൽ എന്നിവർ. ആദ്യം അജി പുതിയ പറമ്പിലേക്ക്. ഫാദർ, ഇവിടെ ഫാദർ ക്ലിമീസ് പറയുന്നൊരു കാര്യം, ഈ അനുഭവങ്ങൾ സഭയെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. BJPയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള സഭയുടെ സമീപനത്തിൽ ഒരു തിരുത്തൽ വേണ്ടിവരുന്നു എന്ന തോന്നലുണ്ടാവുന്നു എന്നാണ് ക്ലിമീസ് ബാവ പറയുന്നത്. അതേസമയം ജോസഫ് പാംപ്ലാനി പറയുന്നു അമിത്ഷാ വാക്ക് പാലിച്ചു. അതായത് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് ജാമ്യം ലഭിച്ചു എന്ന് തോന്നലുണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിൽ ആരുടെ നിലപാടായിരിക്കും സഭയുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള നിലപാട്? ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത് വലിയൊരു ആശ്വാസം ഉണ്ടായ കാര്യം അറിയിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്ദി, മാധ്യമ പ്രവർത്തകർക്ക് നന്ദി, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി പറയുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സഹോദരിമാരുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ BJPയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലെല്ലാവർക്കും നന്ദി പറയുകയാണ്. കേരളം വീണ്ടും സ്നേഹത്തിൻ്റെ ഒരു നാടാണ്, ഒരുമയുടെ ഒരു നാടാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്, ഇപ്പം ഇവിടെ ജാമ്യം കിട്ടി എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യം. ഇതൊരു പൂർണ്ണ ആശ്വാസമൊന്നുമല്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. നമുക്കറിയാം ഇത് അവസാനത്തെ സംഭവമല്ല. 1999 തൊട്ട് രഹാൻ സ്റ്റെയിൻസിൻ്റെയൊക്കെ വധം ആ സമയത്താണ് നടക്കുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കണക്ക് 2014 124 ആയിരുന്നെങ്കിൽ 2014 124 ആയിരുന്നെങ്കിൽ 2024 ആയി കഴിഞ്ഞപ്പോഴത്തേനും എത്രയായി? 834 ആയി. അപ്പോൾ അത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കും വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇനി ഈ സഹോദരിമാർക്ക് എങ്ങനെ ജാമ്യം കിട്ടിയത്? ഈ സഹോദരിമാർക്ക് ജാമ്യം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ആണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ വളരെ സാങ്കേതികമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ NIA കോടതിയുടെ ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി ആണ് ജാമ്യം നൽകിയത്. ഇവിടെ നമ്മൾ മലയാളികൾ ഈ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ സിസ്റ്റർമാർ തനിയെ ജയിലിലേക്ക് പോയി കയറിയവരല്ല. സിസ്റ്റർമാർ ഇതാ ഞങ്ങളെ ജയിലിൽ കുറച്ച് നാൾ ഇട്ടോ എന്നും പറഞ്ഞ് തനിയെ നടന്നുപോയി ജയിലിലേക്ക് ചെന്നവരല്ല. ആ സാഹചര്യങ്ങളെല്ലാം
കേരള സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്, എല്ലാവരുടെയും മുമ്പിലുണ്ട്, നമ്മുടെ ഇവിടുത്തെ സഭാ അധ്യക്ഷന്മാരുടെ ഒക്കെ മുമ്പിലുണ്ട് ആ കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ മുമ്പിലും ഉണ്ട്. അപ്പോൾ ജയിലിൽ എങ്ങനെയാണ് അവർ എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ആ കേസ് NIA കോടതിയിൽ എത്തിയത്? ഇന്ന് ആ സഹോദരിമാർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് NIA കോടതിയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം പ്രവർത്തിച്ചവരെ വിചാരണ ചെയ്യുന്ന NIA കോടതിയിൽ നിന്നാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒക്കെ നമ്മുടെ കേരള സമൂഹത്തിന് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും, എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കാണുന്നത് എന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് കൃത്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ, അവർക്ക് ഉപാധികളും ഉണ്ട്, അത് കൃത്യമായിട്ട് ബെയിൽ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഈ സിസ്റ്റേഴ്സ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചെല്ലണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ആശങ്കപ്പെടുന്നത് ഇവർക്ക് ആര് സുരക്ഷ കൊടുക്കും? ശ്രീമതി ജ്യോതി ശർമ്മയൊക്കെ അവിടെ ഇപ്പോഴും ആക്റ്റീവാണ്. ആ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഇനി ഇതുകൊണ്ടൊക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു, അല്ലെ 3 നേട്ടങ്ങൾ ചിലർക്കുണ്ടായി. നമ്പർ 1, എന്താണ് സംഭവിച്ചത്? അവിടുത്തെ ഈ സംഘപരിവാർ ആശയക്കാരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു. തികച്ചും നിരപരാധികളായ 2 സിസ്റ്റർമാരെയും അതുപോലെ തന്നെ സുകുമാൻ മാധവി എന്ന് പറയുന്ന ഒരു സഹോദരനെയും ജയിലിലടച്ചു. ഇത് അവിടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു. ഇനി 9 ദിവസം കഴിഞ്ഞ് ഈ സഹോദരിമാർക്ക് ജാമ്യം കിട്ടുകയാണ്. ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് ഞങ്ങൾ ജാമ്യം തന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആഭ്യന്തരമന്ത്രിക്കോ ഒന്നുമല്ല അങ്ങനെ നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ കൊടുത്തു എന്ന് പറയാനും പാടില്ല. തീർച്ചയായിട്ടും ആ സഹോദരിമാർക്ക് ജാമ്യം കിട്ടി, അതിലൂടെ ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാമെന്നും അവർ മനസ്സിലാക്കി. ഇനി 3ാമത്തെ ഒരു കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണെന്നറിയോ? അവരിപ്പോഴും NIA കോടതിയുടെ ജാമ്യത്തിൽ എന്ന് പറഞ്ഞാൽ ആ ജാമ്യ വ്യവസ്ഥകളോടെ ഉപാധികളോടെ ജീവിക്കുന്നവരാണ്. എപ്പോൾ വേണമെങ്കിലും അത് റദ്ദ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ, സിസ്റ്റേഴ്സിൻ്റെ മേൽ, ഇവിടെയുള്ള സഭാ അധികാരികളുടെ മേൽ ഡെമോക്രസിൻ്റെ വാള് പോലെ ഈ ജാമ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. FIR ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല, FIR നിലനിൽക്കുകയാണ്, NIA കോടതിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സംഭവങ്ങളിലൂടെ 3 കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്. ഒന്ന്, അവിടെയുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെയുള്ള സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു. ഈ 3 സിസ്റ്റേഴ്സിനെ NIA കോടതിയിൽ അല്ലെങ്കിൽ അവരെ കൽത്തുറുങ്കിൽ അടച്ചു, NIA കോടതിയിൽ എത്തിച്ചു. 2ാമത്തെ കാര്യം, അതിലൂടെ അതിനുശേഷം ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിച്ചു, കുറേ പേരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. 3ാമത്തതാണ് ഞാൻ ഇനിയും ഭയപ്പെടുന്നത്, ഇതൊരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മേൽ, ഈ സിസ്റ്റേഴ്സിൻ്റെ മേലൊക്കെ ചെയ്യുവാനായിട്ട് ഡെമോക്രസിൻ്റെ വാള് പോലെ സൂക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 3 കാര്യങ്ങൾ ചെയ്തതാരാണ്? നമ്മുടെയൊക്കെ ഫാദറാജി പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ 3 കാര്യങ്ങൾ ചെയ്തതാരാണ്? വ്യക്തമല്ലേ? ഞാനത് ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. 1ാമത്തെ കാര്യം, ഞാൻ സൂചിപ്പിച്ചു, ഈ സിസ്റ്റർമാരാരും ജയിലിലേക്ക് നടന്നു കയറിയവരല്ല. ഈ സിസ്റ്റർമാരെ ആരാ അവിടെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്? ആൾക്കൂട്ട വിചാരണ നടത്തി. ബജ്രംഗ് ദൾ, എനിക്ക് ആ പേര് പറയാൻ ചോദ്യത്തിന്റെ ഉദ്ദേശം ഇതാണ്. അങ്ങ് പറയുന്നത് വളരെ വിശദമായി തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞു. എൻ്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം ഇതാണ്. അതായത് ബജ്രംഗ് ദളുകാരെ സന്തോഷിപ്പിക്കുന്ന ആരാണ്? ജാമ്യം ലഭിക്കുമ്പോൾ സഭയെ സന്തോഷിപ്പിക്കുന്ന ആരാണ്? ഈ ചെയ്യുന്നതെല്ലാം ഒരാൾക്കാർ തന്നെയാണ്. അപ്പോൾ സഭയിലാകട്ടെ അതിൽ 2 അഭിപ്രായമാണ്. അങ്ങുൾപ്പെടെ ഫാദർ പാംപ്ലാനി, ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെ BJPക്കും കേന്ദ്ര സർക്കാരിനൊക്കെ നന്ദി പറയുന്നു. ക്ലെയിമിസ് ബാബ പറയുന്നു അതിൽ ഒരു സൂക്ഷ്മത ഇനി ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഇതെന്ത് നിലപാടാണ്? ഒരു അധികാരിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം അവരുടെ പ്രസ്താവനകളെ ഇഴകേറി കാണാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ പറഞ്ഞ അവസാനത്തെ കാര്യത്തിൽ അതുണ്ട്. ഡെമോക്രസിൻ്റെ വാള് പോലെ ഈ ജാമ്യ വ്യവസ്ഥകളും ഈ സിസ്റ്റർമാരും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷന്മാർക്ക് ഭയമുണ്ടാകും. കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വളരെ ശക്തമായ പ്രസ്താവന പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം കുറച്ച് ബാലൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ ഈ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക്, പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളിലൂടെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ ഇടയായിട്ടുണ്ട്.
അതുപോലെ തന്നെ കുറച്ചും കൂടി കരുതൽ ഇക്കാര്യത്തിൽ സൂക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും. സഭാ അധ്യക്ഷന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടൊരു നിലപാട് എടുക്കുന്നത് എന്നതിനെപ്പറ്റി ഇന്നത്തെ ദിവസം ഞാൻ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. എന്താണെങ്കിലും അവരിലും ചില ഭയങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു. ശരി, ശ്രീ ബിജു നായർ, ഇവിടെ ഇന്ന് ആ ജയിൽ മോചിതരായ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ നാം കാണുന്ന കാഴ്ചകൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഇതിൽ ക്രെഡിറ്റ് എടുക്കാനില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും BJP ഒരു ദൗത്യ സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചിരുന്നു. അവർ ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. അവർ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ ഇന്ന് ജാമ്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. കാരണം ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നു ഇത് ഒരു കേസല്ല, ഇതൊരു സസ്പീഷൻ്റെ മേലുള്ള ഒരു കേസ് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാമ്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് ധരിപ്പിക്കുക വഴി സഭയെ സന്തോഷിപ്പിക്കുന്നു. അതേസമയം സാധാരണ രീതിയിൽ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടാവുന്ന ജാമ്യത്തിന് വേണ്ടി അവർക്ക് NIA കോടതിയിൽ പോകേണ്ടി വരുന്നു. ഇപ്പോൾ അവർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് NIA ആണ്. NIA അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതികളാണ് കന്യാസ്ത്രീകൾ. അങ്ങനെ അവരെ ആക്കി തീർക്കുന്ന വഴി ഇവരെ ആക്രമിച്ച ബജ്രംഗ് ദളുകാരെയും സന്തോഷിപ്പിക്കുന്നു. ഇതിൽ BJPക്ക് എന്ത് ക്രെഡിറ്റ് എടുക്കാനാണ്? അല്ല, ഇവിടെ ഇപ്പോൾ BJP എന്താണ് ചെയ്തത് എന്ന് ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു ചാനൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമേ എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. ഈ ഒരു കേസ് എനിക്ക് മുമ്പ് സംസാരിച്ച ഫാദർ പറഞ്ഞ പോലെ ഈ കന്യാസ്ത്രീകൾ ജയിലിലേക്ക് നടന്നു കയറിയതൊന്നുമല്ല. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായും ഇന്നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ്. ഇന്നാട്ടിലെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഛത്തീസ്ഗഡിലെ. അവിടെ വളരെ വ്യക്തമായി തന്നെ ഉള്ള ഒരു നിയമമാണ് 2013 പാസ്സാക്കിയതാണ്. അത് പ്രൊഫഷണൽ ഏജൻസി പ്ലേസ്മെൻറ്റ് റെഗുലേഷൻ ആക്ട്. അത് എന്തുകൊണ്ട് വന്നു എന്നാൽ ട്രൈബൽ ഏരിയാസിലുള്ള വളരെ പാർശ്വവൽകൃതരും ദാരിദ്ര്യത്തിലുള്ളവരുമായ മനുഷ്യരെ കടത്തിക്കൊണ്ടു പോകുന്ന, അത് പല രീതിയിൽ, അത് ലൈംഗിക രീതിയിലുള്ള ദുരുപയോഗം തൊട്ട് അടിമപ്പണി ചെയ്യിക്കുന്ന രീതിയിലേക്ക്, അതായത് ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ന് അവരുടെ അവകാശങ്ങളെ ചവിട്ടിമെരിച്ചുകൊണ്ട് ഇന്ന് പല സംഘടനകളും അതുപോലെയുള്ള പല ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു ആക്റ്റാണത്. അപ്പോൾ ആ ആക്ട് വളരെ കൃത്യമായി ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ. ആരെയെങ്കിലും ഇതുപോലെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എന്താവശ്യത്തിനും ആകട്ടെ അത് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിപ്പോൾ കേരളത്തിലെ പോലൊരു സംസ്ഥാനത്തിലുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇല്ലായിരിക്കാം. പക്ഷേ ട്രൈബൽ മേഖലകളിൽ ഇതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഈ കേസിൻ്റെ യാതൊരുവിധ അവലോകനവും നമുക്ക് നടത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ്, അതിൽ ആർക്കും തർക്കമില്ല. നിങ്ങൾ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ നിയമം നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിലെ ഏത് നിയമമാണ് ഈ കന്യാസ്ത്രീകൾ ലംഘിച്ചത്? അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ട്രാവൽ റെക്കോർഡ്സ് വളരെ വ്യക്തമായി, അതായത് ഇന്ന ആളുകളാണ് ഇവരൊപ്പം ട്രാവൽ ചെയ്യുന്നത്, അവരുടെ ഏജ്, പേര് ഇന്നതൊക്കെയാണ്, അവർക്ക് ഇന്ന രീതിയിലുള്ള കൺസെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ സാധാരണ വോയിസ് റെക്കോർഡിംഗ് വരെ കൺസെൻ്റായിട്ട് അവർ കീപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ നിയമത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അതിന് വ്യക്തമായ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് ഇവർക്ക് ഹാജരാക്കുവാൻ സാധിക്കാതെ വന്നതാണ് സംശയത്തിനിട നൽകിയത്. സംശയത്തിന്റെ പേരിലാണ്, അതായത് ഇവരോടൊപ്പം സഞ്ചരിച്ച യുവതികളുടെ പേരൻസ് എഴുതി നൽകിയ കത്ത് അവരുടെ കയ്യിലുണ്ട്. അത് റെക്കോർഡാണ്. വേറെ എന്ത് റെക്കോർഡാണ് ഹാജരാക്കേണ്ടിയിരുന്നത്? അതെല്ലാം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പേരിലാണ് ജാമ്യം കിട്ടിയിരുന്നത്. പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കേസ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആർക്കാണ്? അത് ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച, ഇവരെ മർദ്ദിച്ച, ഇവരെ ആക്രമിച്ച ആളുകൾക്കാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇവർ അല്ല. അപ്പൊ അവിടെയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചത് കൊണ്ടുണ്ടായ ഒരു കേസല്ല ഇത്. ഈ കേസ് ഉണ്ടായതിൻ്റെ പ്രധാന കാരണം ഇവർക്ക് വ്യക്തമായ റെക്കോർഡുകൾ കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. അതായത് അവർ ഈ ഡീറ്റെയിൽസ് ഗവൺമെന്റിന് സമർപ്പിക്കണം. 9 ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇനിയും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ.
ഈ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 2 പേർ അവർ പ്രായപൂർത്തിയായവരാണ്. അത് തെളിയിക്കുന്ന രേഖ അവരുടെ കയ്യിലുണ്ട്. ഇവർ ട്രാവൽ ചെയ്യുന്നത് എന്ത് പർപ്പസിനാണ് എന്നും അതിന് അവരുടെ കുടുംബാംഗങ്ങളുടെ അനുമതി ഉണ്ട് എന്നും തെളിയിക്കുന്ന രേഖയും അവരുടെ കയ്യിലുണ്ട്. മറ്റെന്ത് രേഖയായിരുന്നു ബജ്രംഗ് ദളുകാർക്ക് മുമ്പിൽ ഈ കന്യാസ്ത്രീകൾ ഹാജരാക്കേണ്ടിയിരുന്നത്? അതെ, ഇപ്പൊ ബജ്രംഗ് ദൾ ആളുകളാണ് ഇത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുവാനുള്ള താങ്കളുടെ വ്യഗ്രതയിലുണ്ട് താങ്കൾ മറച്ചു വെക്കുന്ന കാര്യവും. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, പ്രൊഫഷണൽ പ്ലേസ്മെന്റ് ഏജൻസി റെഗുലേഷൻ ആക്ട് വച്ച് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ കേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ കേസിന് നാന്ദി കുറിച്ചത്. അത് താങ്കൾ എത്ര മാത്രം ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല. അതാണ് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കണ്ണടച്ചിട്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി ഈ കേസിൽ നിന്ന് ഇവരെ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഉണ്ടായ അത് ഒഴിവാക്കാമായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. താങ്കൾ ഇടയ്ക്കേറി പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് ഉണ്ടല്ലോ, പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് ഒരാളെ ജോലി കൊടുക്കാൻ സഹായിക്കുന്ന, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളെ നിയന്ത്രിക്കുന്ന നിയമമാണ്. ഇവർ ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏജൻസി അല്ല. അവർ അവരുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കായി ഒരാളെ കൊണ്ടുപോവുകയാണ്. അതിലെവിടെയാണ് നിയമം ആപ്ലിക്കബിൾ ആവുക? അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ട്രൈബൽ മേഖലയിലേക്ക് കയറി ചെന്ന് എനിക്ക് ജോലി കൊടുക്കുവാൻ താല്പര്യമുള്ളത് കൊണ്ട് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുള്ള നിയമത്തിൻ്റെ ആ ഒരു വശങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ എനിക്ക് ആളുകളെ കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതെങ്കിൽ താങ്കൾ പറയുന്നത് തെറ്റാണ് പറയേണ്ടി വരികയാണ്. അങ്ങനെയല്ല സർ, അങ്ങനെയല്ല. പ്ലേസ്മെന്റ് ഏജൻസീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമം ഇവർ ലംഘിച്ചു എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ ഒരു ബോധ്യം ഛത്തീസ്ഗഡിലെ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരത് FIR-ൽ രേഖപ്പെടുത്തിയേനെ, അവർ കോടതിയിൽ അത് പറഞ്ഞേനെ, സെഷൻസ് കോടതിയിൽ പറഞ്ഞേനെ, ഇന്ന് NIA കോടതിയിൽ അത് വാദിച്ചേനെ. അങ്ങനെ ഒരു വാദം പ്രോസിക്യൂഷനില്ല, ബിജു നായർക്കുണ്ട്. ഞാൻ പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇത്തരത്തിലുള്ള നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നാൽ ആളുകൾക്ക് സംശയം വരുന്നത് ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെന്നാണ്. എന്തുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഫോഴ്സിബിൾ കൺവേർഷനും എല്ലാം ഇവിടെ ഇടപെട്ടു എന്നുള്ളത് ഇതുകൊണ്ടാണ്, ആ സംശയത്തിൻ്റെതാണ്. പക്ഷേ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് ഈ ഛത്തീസ്ഗഡ് ഭരണകൂടത്തെയും അതുപോലെ തന്നെ മറ്റ് ഉന്നത അധികാരികളെയും അറിയിക്കുകയും ഈ കന്യാസ്ത്രീകൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തതാണ് കേരള BJP നേതൃത്വം. അതാണ് അവർ ചെയ്തത്. അത് സഭാ നേതൃത്വത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു ആവശ്യം അനുസരിച്ചാണ് അവർ അതിന് പുറപ്പെട്ടിറങ്ങിയത്. അത്ര ഉന്നതരായ നേതാക്കളെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്ത്യാനികളായ നേതാക്കളെ തന്നെ നമുക്കവിടെ രാഖ്യുരാമാനം ഡിപ്ലോയ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ BJPക്ക് എതിരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം ഇന്ന് BJPയിൽ ഒരുപാട് ക്രിസ്ത്യാനികളും നേതൃത്വ നിരയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി BJP ക്രിസ്ത്യാനി എന്നുള്ള ആ ഒരു സമവാക്യം വെച്ച് ഈ കേസ് അനലൈസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം UDF LDF പോലെ തന്നെ BJPയിലും ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശയക്കുഴപ്പമാണ് കേസിന് കാരണം. ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിൽ BJP വലിയ പങ്ക് വഹിച്ചു, അതുകൊണ്ടാണ് ആ ജാമ്യം ലഭിച്ചതെന്നാണ് അങ്ങയുടെ വാദം. ശ്രീ സമ്പത്ത്, അങ്ങനെ ഒരു ആശയക്കുഴപ്പമാണോ യഥാർത്ഥത്തിൽ ഈ കേസിന്റെ മെറിറ്റ്? മറ്റൊന്ന്, ആശയക്കുഴപ്പം BJP എങ്ങനെയാകും പരിഹരിച്ചിട്ടുണ്ടാവുക? അജിംസെ, നമ്മുടെ ചർച്ച തുടങ്ങി 19ാമത്തെ മിനിറ്റിലാണ് ഞാൻ താങ്കളോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നത്. ഞാനിത് കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ എന്തെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയമായ വിദണ്ഡവാദത്തിനൊന്നും അല്ല മുതിരുന്നത്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങളാരെങ്കിലും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ? അല്ല, ജയിലിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ തൊഴിൽ കൊണ്ട് അഭിഭാഷകനാണ്, പതിറ്റാണ്ടുകളായ അഭിഭാഷകനാണ്, നന്നേ ചെറിയ പ്രായത്തിൽ അഭിഭാഷകനായ ആളാണ്. ഞാൻ ക്രിമിനൽ കേസിൽ ഹർജിക്കാരനായിരുന്നു, പ്രതിയായിരുന്നു, സാക്ഷിയായിരുന്നു. ഞാൻ ക്രിമിനൽ കേസിൽ റിമാൻഡിൽ, സബ് ജയിലിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട്.
ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ പലപ്പോഴായി പിടികൂടി കൊണ്ടുപോയിട്ടുള്ളത് ഒരു കേസിനും ശിക്ഷിച്ചിട്ടല്ല. അനിരുദ്ധൻ എന്ന ആ ഒരു വ്യക്തി 5.5 കൊല്ലക്കാലം പലപ്പോഴായി ഈ സബ് ജയിലിലും സെൻട്രൽ ജയിലിലുമെല്ലാം കഴിയേണ്ടി വന്നത്. ജയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ കഥ പറയുന്നത് പോലെയും ചില സിനിമകളിൽ കണ്ടിട്ടുള്ളത് പോലെയും ചില ആളുകൾ പറയുമ്പോൾ ജയിലെന്ന് എഴുതി കാണിച്ചാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ജലധാരാ പ്രവാഹം ഉണ്ടാകുന്നവരാണ് ഞങ്ങൾ എന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയരുത്. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ നമ്മൾ ഈ കൂലിപ്പടയാളികളെ സംബന്ധിച്ച് പറയും. കൂലിപ്പടയാളികൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും അത്തരം കൂലിപ്പടയാളികൾ ഉണ്ടാവും. അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ അടിമക്കച്ചവടം നിരോധിച്ച എബ്രഹാം ലിങ്കന്റെ കാലത്ത് അതേ കറുത്ത വംശജരെ തന്നെ കൂലിപ്പടയാളികളായി അവരുടെ മോചനത്തിനായി കൊണ്ടുവന്ന നിയമവും ആ നിയമം നടപ്പാക്കാൻ ആഗ്രഹിച്ച പ്രസിഡന്റും ആ ഗവൺമെൻറ്റിനുമെതിരായി കൂലിപ്പടയാളികളായി ഉപയോഗിച്ചു. ലോകത്ത് പലയിടത്തും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഞാനൊരു 3 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നോട് BJPയുടെ സഹയാത്രികനടക്കം നമ്മുടെ ഈ ഇത് കാണുന്ന കേൾക്കുന്ന പലർക്കും ഒരുപക്ഷെ വിരോധം തോന്നിയാൽ ഞാൻ ആ വിരോധത്തിൽ സന്തോഷിക്കുകയാണ്. ഒരു പ്രസിദ്ധമായ ഒരു കുംഭസാരമുണ്ട്, ഓർമ്മയുണ്ടല്ലോ അജിംസിന്? 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമാണ് അത്തരത്തിൽ ജർമ്മൻ ലൂഥറൻ പാസ്റ്ററായിട്ടുള്ള മാർട്ടിൻ നീമോളർ അങ്ങനെ ഒരു കുംഭസാരം നടത്തിയത്. ഹിറ്റ്ലറുടെ ആരാധകനും നാസിപ്പടയാളികളെ അങ്ങനെ സ്വാഗതം ചെയ്തവനുമായിട്ടുള്ള ആ പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ എഴുതിയതിൻ്റെ മലയാള പരിഭാഷ. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റേ ആയിരുന്നില്ല. പിന്നെ അവർ തൊഴിലാളി യൂണിയൻ നേതാക്കളെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനെ ആയിരുന്നില്ല. പിന്നെ അവർ ജൂതന്മാരെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചതേയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. എനിക്കായി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോഴും ഇത് പ്രസക്തമായൊരു വാചകമാണ്. BJP എന്താണ് BJPയുടെ നയവും രാഷ്ട്രീയവും? എന്താണ് അവരുടേതായിട്ടുള്ള അത്തരമൊരു അടിസ്ഥാന ഗ്രന്ഥം? അജിംസെ, നമ്മുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥം ഇതാണ്. ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥം. ഈ ഭരണഘടന നമുക്ക് നൽകുന്നതായിട്ടുള്ള മൗലിക അവകാശങ്ങളും നമ്മുടേതായിട്ടുള്ള ചുമതലകളും പോലെ തന്നെ ഈ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും നമ്മുടേതായിട്ടുള്ള നിയമ നീതിന്യായ സംവിധാനത്തിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്ക് ലെജിസ്ലേച്ചറിന് അവരുടേതായിട്ടുള്ള ചുമതലകളും കർത്തവ്യങ്ങളും പരിമിതികളും ഉത്തരവാദിത്വങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതും ഞാൻ ഈ കാണിക്കുന്ന പുസ്തകവും തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോവില്ല ജിംസേ. ഇത് ഇന്ത്യയുടെ ഭരണഘടന, മഹത്തായ രാഷ്ട്രത്തിൻ്റെ മഹത്തായ ഭരണഘടന. ഇത് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJPയെ നിയന്ത്രിക്കുന്നതായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം. ഞാൻ ഇവിടെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ വിചാരധാര വായിക്കാത്തത് കൊണ്ട് ഈ കന്യാസ്ത്രീകളെ സഹായിക്കാൻ ഛത്തീസ്ഗഡിലേക്ക് പോയി എന്നാണോ? അല്ല, സോറി ടു യൂസ് സച്ച് എ ടെർമിനോളജി. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണ്. ഈ ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്, സ്പോയിൽഡ് ബ്രാറ്റ്സ് എന്ന് പറയും. ഒരു അശ്ലീലമൊന്നുമല്ല, സ്പോയിൽഡ് ബ്രാറ്റ്സ് എന്ന് പറയും. ഈ സ്പോയിൽഡ് ബ്രാറ്റ്സിൻ്റെ ആ ഒരു കാര്യത്തിൽ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുമൊക്കെ ഇന്നത്തേക്ക് വന്നിട്ടുള്ളത് ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നതായിട്ടുള്ള ഒരു വാചകമുണ്ടല്ലോ, ഓഗസ്റ്റ് 2 ശനിയാഴ്ച. അതെ, ഓഗസ്റ്റ് 2 ശനിയാഴ്ച എന്നുള്ളത് അസത്യത്തെ സത്യമായി അത്തരത്തിൽ വക്രീകരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് അങ്ങനെയെല്ലാം ആഴത്തിലേക്ക് പതിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു കളിയുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് വരാം. ആ വരുന്നതിന് മുമ്പ് ഇവിടെ ഈ വിചാരധാര നമ്മുടെ മതപുരോഹിതന്മാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, നമ്മുടെ മറ്റ് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവരും ഇവിടെ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചൊക്കെ പറയുന്നവരും ഇതിനെ സംബന്ധിച്ചൊരു കാര്യത്തിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ കാണിച്ചതായ പുസ്തകം ഇത് വളരെ പഴയ പതിപ്പാണ് അജിംസ്. ഇതിപ്പോൾ ഇവിടുത്തെ ഗ്രന്ഥശാലകളിൽ പോലും ഇത് കിട്ടില്ല. ഇതിൻ്റെ പരിഷ്കരിച്ച പതിപ്പുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് എഡിറ്റിംഗ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗം എന്നത് ആന്തരിക ഭീഷണികൾ എന്ന അധ്യായം 19 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. ഇതിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: ആഗോള കുതന്ത്രത്തിൻ്റെ ദല്ലാളുകൾ ക്രൈസ്തവ പാതിരിമാരിൽ നിന്ന് പ്രചോദനം ലഭിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അങ്ങനെ പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ പറയുന്നതായ കാര്യങ്ങളുടെ അവസാനത്തെ വരി മാത്രം ഞാൻ വായിക്കാം. അതിൽ പറയുകയാണ്, തങ്ങളുടെ പൂർവികന്മാരുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും യഥാർത്ഥ പുത്രന്മാരെ പോലെ പെരുമാറുന്നതിന് വിസമ്മതിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവരിവിടുത്തെ വൈരികളായി വർത്തിക്കും. അതനുസരിച്ച് അവരോട് പെരുമാറേണ്ടിയും വരും. ഇതാണ്
RSSന്റേതായിട്ടുള്ള അടിസ്ഥാന ഗ്രന്ഥത്തിലെ അവരുടെ പ്രത്യയശാസ്ത്രം, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വംശീയതയുടെ പ്രത്യയശാസ്ത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്യുന്നത്. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ കാര്യത്തിൽ അഭിഭാഷകർ ആയിട്ടുള്ളവർ ഇതിനകത്ത് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അഭിഭാഷകൻ കൂടി എന്നുള്ള നിലയിലേക്ക് പറയട്ടെ. ഇതിൽ ജാമ്യം കിട്ടി, സന്തോഷം എന്ന് ഞാൻ പറയില്ല, ആശ്വാസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ റിലീഫ്. ആരാ കേസെടുത്തത്? എങ്ങനെയാ കേസെടുത്തത്? സംശയം തോന്നിയത് കൊണ്ട് കേസെടുത്തു, അല്ലേ അജിംസേ? സംശയം തോന്നിയത് കൊണ്ട്. എങ്ങനെയാണ് ആ കേസെടുത്തിട്ടുള്ളത്? ആ കേസെടുത്തിട്ടുള്ളത് നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിത BNSന്റെ സെക്ഷൻ 143 മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അല്ലേ? അതൊരു ഇന്റർനാഷണൽ ഒഫൻസാണ്, ഇന്ത്യയിൽ മാത്രമല്ല ഈ കാര്യത്തെ സംബന്ധിച്ച്. എന്നിട്ട് 1968 മതപരിവർത്തന വിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരവുമാണ് സിസ്റ്റർമാർക്കും കൂടെ ഉണ്ടായിരുന്ന നാരായൺപൂരിൽ നിന്നുള്ള സുഗ്മൻ ദ്രാവി എന്നുള്ളത്. ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് കന്യാസ്ത്രീമാർക്ക് മതപരിവർത്തനം നടത്താനുള്ള അധികാരമുണ്ടോ? അതുമില്ലല്ലോ. സാമാന്യ ബുദ്ധി വേണ്ട ഈ കാര്യത്തിൽ. തീരുന്നില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതി നാളിതുവരെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്, അതിപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ല മധ്യപ്രദേശിലോ അതല്ല ഇവിടെ ഈ ഛത്തീസ്ഗഡിലോ ഒക്കെ അത്തരത്തിൽ അങ്ങനെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു ജുഡീഷ്യൽ ട്രെയിനിൻ്റെ അവസാനത്തെ വാഗണല്ല. സുപ്രീം കോടതി ഇന്ന് വരെ ഇത്തരം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒഫൻസിൻ്റെ പേരിൽ ഒരു കൺവിക്ഷനും അപ്ഹോൾഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതായ ഒരു കാര്യം, ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണല്ലോ ഈ പറഞ്ഞത്. നോൺ ബെയിലബിൾ ഒഫൻസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസല്ല അറസ്റ്റ് ചെയ്തത്, TT ബജറംഗ് ദളുകാരെയാണ് വിളിച്ചു പറഞ്ഞത്. ആ ബജറംഗ് ദളുകാരെയാണ് വന്ന് കൈകാര്യം ചെയ്യുന്നത്. അതിൽ പട്ടികവർഗക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ അടക്കം കയ്യേറ്റം ചെയ്തു എന്നുള്ളതിന് നാളിതുവരെ ആ സംസ്ഥാനത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ നാഷണൽ SC/ST കമ്മീഷനോ നാളിതുവരെ സുവമോട്ടോ കേസെടുത്തിട്ടില്ല. തീരുന്നില്ല. ഈ പ്രതികളെ പോലീസ് റിമാൻഡ് ചെയ്യണം എന്നാണ്, ജയിലിൽ താമസിപ്പിക്കണം എന്നാണ്, അങ്ങനെയാണ് അവരുടെ അഭിപ്രായമെങ്കിൽ അതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഡാൻസിങ് ടു ദ ട്യൂൺ ഓഫ് ദ പൊളിറ്റിക്കൽ ബോസസ് എന്ന് പറയുമല്ലോ, അങ്ങനെയാണ്. അറസ്റ്റ് മെമ്മോ വേണം, അറസ്റ്റ് ഇൻറ്റിമേഷൻ വേണം. അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം പറയുന്നത്. ഈ പ്രതികളെ കോടതി ജാമ്യത്തിൽ വിടാതെ ജയിലിൽ തന്നെ പാർപ്പിക്കണം എന്ന് വ്യക്തമായ കാരണങ്ങൾ ഉൾപ്പെടുത്തി കോടതിയിൽ സമർപ്പിക്കണം. അത് റിമാൻഡ് റിപ്പോർട്ടിൽ റീസൺസ് എന്നുള്ളത് അത് പരിഗണിച്ചാണ് കോടതി ഈ പ്രതികളെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചത്. ആദ്യം മജിസ്ട്രേറ്റ് കോടതിക്ക് അതിന് അധികാരമില്ല. അപ്പോൾ എന്താ, സെഷൻസ് കോടതിയിലേക്ക് പോകാൻ. അങ്ങനെ സെഷൻസ് കോടതിയിലേക്ക് പോകുമ്പോൾ ജഡ്ജി തന്നെ അവധിയെടുക്കുകയാണ്. അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇത് കേൾക്കുകയാണ്. ബജറംഗ് ദളുകാർ പുറത്തു വന്ന് ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ മറ്റാരെങ്കിലും ഇത്തരത്തിൽ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ അവിടെ വന്നാൽ ഒരു വലിയ മാധ്യമ വാർത്തയായി മാറുമെന്ന് മാത്രമല്ല, കോടതിക്ക് വെളിയിൽ മുദ്രാവാക്യം വിളിച്ചാൽ ആ ജുഡീഷ്യൽ ഓഫീസർ ഇവരെല്ലാം കേസെടുത്ത് അകത്താക്കാൻ പറയും. ഇവിടെ പ്രതികൾ നമ്മുടെ കന്യാസ്ത്രീമാരായ സഹോദരിമാരാണ്. അവർ നൽകിയതായിട്ട് ജാമ്യാപേക്ഷയുടെ പകർപ്പ് കിട്ടും. അപ്പോൾ ആ പകർപ്പ് എങ്ങനെ? ആ പകർപ്പ് പ്രോസിക്യൂഷൻ ഇതിൻ്റെ കോപ്പി കൊടുക്കും. പ്രോസിക്യൂഷൻ ഈ പറയുന്ന ജാമ്യാപേക്ഷയിൽ പോലീസിൻ്റെ ഒരു മറുപടി റിപ്പോർട്ട് ആവശ്യപ്പെടും. അങ്ങനെയാണ് പ്രോസിക്യൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ബെയിൽ ആപ്ലിക്കേഷന് മേലെ പോലീസ് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടർ നിലപാടെടുക്കുക. ഈ ബെയിൽ ആപ്ലിക്കേഷന് മേലെ പോലീസ് നൽകുക. പോലീസ് ആരുടെ നിയന്ത്രണത്തിലാണ്? ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ? BJP-യുടേതാണ്. BJP ആരാ നയിക്കുന്നത്? RSS ആണ്. യൂണിയൻ ഗവൺമെന്റ് ആരുടേതാ? BJP-യുടേതാണ്. BJP ആരാ നയിക്കുന്നത്? RSS ആണ്. അപ്പൊ ഇവിടെ പ്രോസിക്യൂട്ടർ കോടതിയിലുള്ള ദിവസങ്ങളിൽ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ്. ഇനി ആ എതിർപ്പ് പരിഗണിച്ചു. പരിഗണിച്ചിട്ട് ആ പരിഗണനയിൽ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള അവരുടെ നിലപാടുണ്ടല്ലോ, അത് തള്ളി കോടതി. ഇവിടെ BJP പറയുകയാണ് രണ്ടും അണ്ണൻ താൻ ശേഖരൻ. എങ്ങനെ അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണെങ്കിൽ ജാമ്യത്തിൽ അങ്ങനെ വിട്ടതും ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടവർക്കല്ല നമ്മൾ അവർക്ക് സ്തുതി പാടുക എന്നുള്ളതിനാണെങ്കിൽ ഞാൻ അതിനില്ല. ഇവിടെ പ്രതികളെ തുടർന്ന് ഈ ജയിലിൽ താമസിപ്പിക്കേണ്ടതില്ല എന്ന, ഇനി പ്രതികളെ കോടതിയിൽ താമസിപ്പിക്കേണ്ടതില്ല, അന്വേഷണത്തിന് അത് അനിവാര്യമല്ല എന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്താൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നലെയും പ്രോസിക്യൂഷൻ കോടതിയിലെടുത്ത നിലപാട് ബെയിൽ ഓർഡറിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഒപ്പോസ്ഡ് ദ ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസും
പ്രോസിക്യൂഷനും അത്തരത്തിൽ കളിപ്പാവകളായി കൃത്യമായി BJP സംസ്ഥാന ഗവൺമെന്റിൻ്റെതായി കളിക്കുകയും നമ്മുടെ നാട്ടിലെ തന്നെ BJP നേതാക്കളടക്കം അവിടേക്ക് പോയിട്ട് ഒരു നാടകം കളിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായ ശരി. രാഷ്ട്രീയ അജണ്ട അപ്പോ BJP ഏതോ തരത്തിൽ ഇടപെട്ട് ജാമ്യം ലഭിച്ചു, ഉണ്ടായിരുന്ന ആശയ അവ്യക്തത ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നൊക്കെ പറയുന്നതിന് രേഖാപരമായ തെളിവില്ല എന്നാണ് ഡോക്ടർ സമ്പത്ത് പറയുന്നത്. ശ്രീ അനൂപ്, ഇവിടെ ഇന്ന് ജാമ്യം ലഭിക്കുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. ഈ കന്യാസ്ത്രീകളിൽ ഒരാളുടെ ഒരു സഹോദരൻ റോജി എം ജോൺ MLA കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇത് ഞങ്ങളുടെ MLA അല്ല, എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് കരയുന്നു. തൊട്ടുടനെ BJPയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അതിനിടയിൽ കയറി വന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നു. ആ ഒരു ദൃശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അതിനെക്കുറിച്ച് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ആ ദൃശ്യം തന്നെ സ്വയം വിശദീകരിക്കുന്നില്ല ജിംസെ. ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഒരു പ്രയോഗമുണ്ടല്ലോ, സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത് പോലെ BJP ഗവൺമെൻറ് തന്നെ അകത്താക്കിയ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഉളുപ്പിന് കൈയും കാലും വെച്ച ആളുകളായി ഇവർ മാറിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഞങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ, ഇന്ത്യൻ മതേതരത്വത്തിന് ഊടും പാവും നൽകിയ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം നിർവഹിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനകത്ത് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തുടക്കം മുതൽ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്കറിയാം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവ് KC വേണുഗോപാൽ അദ്ദേഹം ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ വീടുകൾ സന്ദർശിച്ചു. അതുപോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ റോജി എം ജോൺ MLA അദ്ദേഹം ഛത്തീസ്ഗഡിൽ തന്നെ നേരിട്ട് പോയി KC വേണുഗോപാലിൻ്റെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ആ കന്യാസ്ത്രീയുടെ സഹോദരനാണ് ഈ മാധ്യമങ്ങൾ സാക്ഷി നിർത്തി ലോകത്തോട് പറയുന്നത് ഇത് MLA അല്ല, എൻ്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ അതിനും വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വളരെ തുടക്കം മുതലെടുത്ത നിലപാടുണ്ട്. അത് ഒരു നേരത്തെ പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു ഉത്തരവാദിത്വ നിർവഹണം മാത്രമാണ്. അതൊരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്തതല്ല. ഇന്ന് ഈ ദിവസം KC വേണുഗോപാലിൻ്റെ പങ്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഇന്ന് ഈ കന്യാസ്ത്രീകൾ ഈ പറയുന്ന ജാമ്യം NIA കോടതി കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ചേർത്തലയിലെ ഈ കന്യാസ്ത്രീകളുടെ സഭ ആസ്ഥാനത്താണ്. അന്ന് അവിടെ മദർ സുപ്പീരിയർ നടത്തിയ വൈകാരികമായൊരു പ്രതികരണം നമ്മൾ കണ്ടത്. അദ്ദേഹം അവരെന്താ പറയുന്നത്, KC വേണുഗോപാൽ മോനെന്നാണ് അവർ പറയുന്നത്, പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഞങ്ങൾ കേട്ടു, പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ണീരടക്കിയാണ് ഇതൊക്കെ കേട്ടത് എന്ന് പറയുക മാത്രമല്ല, ഇതിൻ്റെ പ്രതിഫലം മോൻ്റെ കുടുംബത്തിന് ലഭിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, കന്യാസ്ത്രീകളുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകുമെന്ന് ആ കന്യാസ്ത്രീകൾ തന്നെയാണ് പറയുന്നത്. അജിംസ, ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, KC വേണുഗോപാലിനും കോൺഗ്രസിനും ക്രെഡിറ്റ് വേണ്ട, ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ. ആ കന്യാസ്ത്രീമാരുടെ പ്രാർത്ഥന മാത്രം മതി KC വേണുഗോപാലിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും. അത് വളരെ വ്യക്തമായി നിൽക്കുകയാണ്. ഇവിടെ BJP എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമല്ലേ. ഇവർ ഈ പറയുന്ന പ്രകടനങ്ങൾക്കപ്പുറത്ത് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ എന്താണ് ചെയ്തത്? ഇപ്പം NIAക്ക് കൈമാറാൻ മാത്രം എന്ത് ഗുരുതരമായ തെറ്റാണ് ചെയ്തത്, എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഈ കന്യാസ്ത്രീമാർ ചെയ്തതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത ഇവർക്കില്ലേ? ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അധികാരമല്ലേ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിർബാധം സഞ്ചരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടു, ഇത്തരം റെയിൽവേയിൽ നിന്ന് ഇവർക്ക് TT ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവർക്ക് പിടിച്ചു കൊടുക്കുന്നത് ബജ്രംഗതകളിൽ എന്ത് അവകാശമാണുള്ളത്? ഇവിടുത്തെ കന്യാസ്ത്രീകളെ അല്ലെങ്കിൽ ഇവിടുത്തെ ശരാശരി പൗരനെ പരിശോധിക്കാൻ, അവരെ കൈമാറാനുള്ള എന്ത് അവകാശമാണുള്ളത്? ഇവിടെ സംഘപരിവാർ ഈ പറയുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ കൈകടത്തുകയാണ്. അപ്പോ ആ അവകാശങ്ങൾ കൈകടത്തുക, അതിന് അട്ടിമറിക്കുകയാണ് BJPയുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇടയാക്കിയ ഒരു നിയമമുണ്ടല്ലോ ഇവിടെ, മതപരിവർത്തന നിരോധന നിയമം എന്നറിയപ്പെടുന്ന മതസ്വാതന്ത്ര്യ നിയമം. ഈ നിയമത്തിലെ ഭേദഗതികൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളാണ് ഭരിച്ചത് അവിടെ. ആ നിയമം ന്യൂനപക്ഷ വിരുദ്ധമാണ്, ക്രൈസ്തവ വിരുദ്ധമാണ്, ക്രൈസ്തവരെ വേട്ടയാടാൻ വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയോ? നിങ്ങളുടെ ഒരു നേതാക്കളും ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ നിങ്ങൾക്ക് അവരാരും രംഗത്ത് വരാത്തതൊന്നും അത്തരം നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം, അത് തിരുത്തണം. കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഒരു കാലത്തും തെറ്റു പറ്റിയിട്ടില്ല എന്നുള്ള വിദണ്ഡവാദങ്ങൾക്കൊന്നും ഞാനില്ല.
പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ അത് നടപ്പിലാക്കേണ്ട ചുമതല ബജ്രംഗ ദളിനാണോ? ഇവിടെ ഈ ബജ്രംഗ ദളിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഈ പോലീസിംഗ് എന്ന് പറയുന്ന ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ കന്യാസ്ത്രീകളെ കുറിച്ചുള്ള ഒരു ലോകബോധമില്ലേ? ഇപ്പോൾ മദർ തെരേസയെ പോലെ ആരുടെ സേവനങ്ങളെ പോലും അംഗീകരിക്കാത്ത, അവരെ അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. അവർ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം മദർ തെരേസയ്ക്ക് കിട്ടുമ്പോൾ അത് ഇന്ത്യയിലെ കന്യാസ്ത്രീമാർക്ക് ലഭിച്ച അംഗീകാരമാണെന്നേ. അപ്പോൾ ആ കന്യാസ്ത്രീകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളായി ചിത്രീകരിക്കുമ്പോൾ എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് കേരളത്തിൽ പോകുന്ന കന്യാസ്ത്രീകൾ നടത്തുന്നതെന്ന് പറയുന്നത് വിശദീകരിക്കേണ്ട ബാധ്യത ഛത്തീസ്ഗഡിലെ BJPക്ക് മാത്രമല്ല കേരളത്തിലെ BJPക്ക് ഉണ്ടെന്ന്. അതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന കന്യാസ്ത്രീകളെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ബാധ്യതയാണ് KC വേണുഗോപാൽ തൊട്ട് റോജി M. ജോൺ വരെയുള്ള ഞങ്ങളുടെ നേതൃത്വം ചെയ്യുന്നത്. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള മത്സരത്തിലില്ല. ആർക്ക് വേണമെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം. ഞങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് വേണ്ട, KC വേണുഗോപാലിന് വേണ്ട, റോജി M. ജോണിന് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ആ കന്യാസ്ത്രീകളുടെ പ്രാർത്ഥന മതി. അവർ വ്യക്തമായി, അവരെക്കാൾ ആധികാരികമായി അത് പറയാൻ കഴിയുന്നത് ആർക്കാ? ആ മദർ സുപ്പീരിയർ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, അത് മതി. ഫാദർ അജി പുതിയ പറമ്പിൽ, നോക്കൂ, ഇന്ന് ഈ ജാമ്യത്തെ തുടർന്ന് പുറത്തു വന്ന സഭാ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. ക്ലെമിസ് ബാവ, അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതാവാണ്, സഭാ നേതാവാണ്. അദ്ദേഹം പറയുന്നു BJPയെ കുറിച്ച്, കരുതലിനെ കുറിച്ച് ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നു. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുന്നു ഇവരെ ക്രൂശിക്കുക എന്ന ആർത്ത് വിളിച്ച ആ മത തീവ്രവാദികൾക്കെതിരെ കേസെടുക്കണം, അവർ ഇപ്പോഴും സ്വതന്ത്രരായി വിഹരിക്കുകയാണ്. എത്ര ശക്തമായ നിലപാടാണ്. അതേസമയം സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് മാർ ആൻഡ്രൂസ് താഴത്താവട്ടെ, പാംപ്ലാനി ആവട്ടെ, അവർ വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രിക്കും നന്ദി പറയുന്നതിൽ വ്യാപൃതരാണ്. അതേസമയം കാതലായ വിഷയത്തെ അവർ ചൂണ്ടിക്കാട്ടുന്നേ ഇല്ല. പ്രശ്നം സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നതല്ലേ ഈ പ്രതികരണങ്ങൾ? ഫാദർ അജി. ഹലോ, എനിക്ക് കൃത്യമായിട്ട് ഓഡിബിൾ ആകുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാവാ? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് ഇന്ന് ഈ സഭാ നേതൃത്വത്തിന്റെ പുറത്തു വന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. ക്ലെമിസ് ബാവ പറയുന്നു BJPയോടുള്ള സമീപനത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമായി വരും. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുന്നു അവരെ ക്രൂശിക്കുക എന്ന ആർത്ത് വിളിച്ച ആ മത തീവ്രവാദികൾക്കെതിരെ കേസെടുക്കണം, എന്നാലേ അവർ ഇപ്പോഴും സ്വതന്ത്രരായി വിഹരിക്കുകയാണ്. അത് ശക്തമായ നിലപാടാണ് ക്ലെമിസ് ബാവയാവട്ടെ ഓർത്തഡോക്സ് സഭാധ്യക്ഷനാവട്ടെ പറയുന്നത്. അതേസമയം സിറോ മലബാർ സഭയുടെ നേതാക്കളായ മാർ ആൻഡ്രൂസ് താഴത്താവട്ടെ, പാംപ്ലാനി ആവട്ടെ, അവർ വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനും BJPക്കും നന്ദി പറയുന്നതിലാണ് വ്യാപൃതരാകുന്നത്. വിഷയത്തിൻ്റെ കാതലിലേക്ക് വരുന്നില്ല. അപ്പോൾ പ്രശ്നം സിറോ മലബാർ സഭയുടെ നിലപാടിലാണ് എന്ന് വരികയല്ലേ? അദ്ദേഹം ഓഡിബിൾ അല്ല, ഒന്ന് വളരെ പെട്ടെന്ന് ശരിയാക്കണം പ്ലീസ്. ബിജു നായർ, അങ്ങ് മുമ്പ് സൂചിപ്പിച്ചു, അതായത് ഈ കേസിലുണ്ടായിരുന്ന ഒരു അവ്യക്തത നീക്കുകയായിരുന്നു BJP ദൗത്യ സംഘത്തിൻ്റെ ലക്ഷ്യമെന്ന്. എന്ത് അവ്യക്തതയാണ് അവർ നീക്കിയത്? അങ്ങനെ നീക്കിയതിന് എന്ത് തെളിവാണ്? കോടതിയുടെ മുമ്പിലുള്ള രേഖകളിൽ, കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാടിൽ ഒന്നും അവർക്കും അവ്യക്തതയില്ല, കോടതിക്കും അവ്യക്തതയില്ല, പരാതിക്കാർക്കും അവ്യക്തതയില്ല. അതെ, ഇവിടെ ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചാർത്തേണ്ട ഒരു കേസല്ല ഇത് എന്നുള്ളത് അത് ഭരണകൂടവുമായി ഇടപെട്ടുകൊണ്ട് ശരിയാക്കുകയാണ് നമ്മുടെ സംസ്ഥാന BJP നേതൃത്വം ചെയ്തത്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറയുകയാണ് നമുക്ക് ക്രെഡിറ്റ് വേണ്ട, പ്രാർത്ഥന മതി എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കോവിഡ് സമയത്ത് കേട്ടിട്ടുള്ളതാണ്, ഭയം വേണ്ട, ജാഗ്രത മതി. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കേട്ടിട്ടുണ്ട് ക്രെഡിറ്റ് വേണ്ട, പുഞ്ചിരി മതി എന്നൊക്കെയുള്ള അതുപോലെയുള്ള ഒരു സ്ലോഗനായിട്ട് അദ്ദേഹം അത് പറഞ്ഞത് നമുക്കിവിടെ എടുത്ത് ചേർത്ത് വയ്ക്കാം. കാരണം താങ്കളുടെ വളരെ പ്രസക്തമായ 2 ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരു ഉത്തരവും പറഞ്ഞില്ല. ആ ചോദ്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഒന്ന്, കോൺഗ്രസ് സർക്കാരുകൾ കാലാകാലമായി കൊണ്ടുവന്ന
മാറ്റ നിരോധന നിയമങ്ങളാണ് ഇന്ന് മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഛത്തീസ്ഗഡിലേതല്ല. അവരതിന് അത് തെറ്റാണെന്നോ അത് ഛത്തീസ്ഗഡിലേതല്ല. ന്യൂനപക്ഷ വിരുദ്ധം ഒരു ഛത്തീസ്ഗഡിലേതല്ല. തിരുത്തലും ഛത്തീസ്ഗഡിലും അതൊന്നും മധ്യപ്രദേശിലും ചെയ്ത് നിയമം കൊണ്ടൊന്നും അല്ല കോൺഗ്രസ് അല്ല. ഛത്തീസ്ഗഡിലെ അതല്ല അത് അതെ അല്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഇന്ന് ഈ ഒരു കേസിനോട് തന്നെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വളരെ കൃത്യമായി പറ്റുന്നത് എന്താണ്, കേരളത്തിലെ സ്ഥിതിവിശേഷം അല്ല മറ്റു പ്രത്യേകിച്ചും ട്രൈബൽ ബെൽറ്റിലുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷം. അതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്യാൻ പോലും കോൺഗ്രസ് പ്രതിനിധി തയ്യാറല്ല. താങ്കളത് വ്യക്തമായി ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും കാതലായ ഈ ഒരു പ്രശ്നം, ഇപ്പം ഇവിടെ നമ്മൾ കന്യാസ്ത്രീമാരുടെ വശം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ട്രൈബൽ ബെൽറ്റിലുള്ള സാധാരണക്കാർ, പാർശ്വവൽകൃതർ. അവർക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുവാൻ കൊണ്ടുവന്ന നിയമം, ആ നിയമം വളരെ വ്യക്തമായി തന്നെ പാലിക്കപ്പെടണം എന്നുള്ള ആ ഒരു ആവേശം അന്നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിൽ നമുക്ക് അതിശയിക്കാനാകുമോ? ഇങ്ങനെ 10 കേസുകൾ ഉണ്ടായി എന്ന് വെക്കാം. അതിൽ 9 എണ്ണവും ഇതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നതാകട്ടെ. പക്ഷേ ഒരു കേസിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുവാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആ നിയമം ഈ കേസിൽ താങ്കൾ പറയുന്ന അവ്യക്തതയ്ക്ക് കാരണമാണ്. മതപരിവർത്തന നിരോധന നിയമം ഇവർക്ക് മേൽ അടിക്കാൻ എന്താണ് കാരണം? അതിലെന്താ വ്യക്തതയാണ് ബജ്രംഗ് ദളിനും ഛത്തീസ്ഗഡ് സർക്കാരിനും ഉണ്ടായിരുന്നത്? അതെ, അപ്പൊ അവിടെയാണ് ഇവർ ഇപ്പൊ ഈ ഒരു ചർച്ചയിൽ തന്നെ ഒരു ക്രിസ്തീയ പുരോഹിതൻ തന്നെ വന്ന് പറയുകയുണ്ടായി, ഇവരുടെ റെക്കോർഡ്സിലുള്ള പേര് ഇപ്പോഴും പഴയ പേരാണ്, കാരണം ഇവർക്ക് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഇതൊക്കെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ വളരെ മതപരിവർത്തന നിരോധന നിയമം ഈ കേസിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നു? അതെന്താ ആശയ വ്യക്തതയിലാണ് പോലീസ് അങ്ങനെ കേസ് ചാർജ് ചെയ്തത്? ഈ കുട്ടികൾ ഇവർ ക്രിസ്ത്യാനികളാണോ, ഇവർ ഹിന്ദുക്കളാണോ, ഇവർ പണ്ട് ഹിന്ദുക്കളായി ഇപ്പൊ ക്രിസ്ത്യാനികളാണോ, അതോ പണ്ടേ ക്രിസ്ത്യാനികളാണോ എന്നുള്ളതൊന്നും ഒരു വ്യക്തതയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, കന്യാസ്ത്രീകൾക്കൊപ്പം ഇവരെ കണ്ടതുകൊണ്ട് ഒരു സംശയമുണ്ടായി, അത് ബലപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവരുടെ പേരിൽ എല്ലാ റെക്കോർഡ്സും കന്യാസ്ത്രീകളോടൊപ്പം ഒരാളെ കണ്ടാൽ സംശയം തോന്നുന്നത് ബജ്രംഗ് ദളുകാർക്കാണ്, സംഘപരിവാറിനാണ്. അവരുടെ സംശയം തീർക്കാനല്ലല്ലോ കോടതിയും പോലീസും. ഇപ്പം അജിംസ്, താങ്കൾ അങ്ങനെ പറഞ്ഞു വെക്കുവാനുള്ള ആ വ്യഗ്രത വീണ്ടും കാണിക്കുകയാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ബജ്രംഗ് ദൾ എന്നുള്ള ആ ഒരു പേരിൽ ഈ കേസ് എഴുതി തള്ളുവാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ ആയിക്കോളൂ. പക്ഷെ അങ്ങനെയല്ല ഇത് പൊതുസമൂഹം വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായിരുന്നു, അന്നാട്ടിലെ ജനങ്ങൾ ഇടപെടുവാനുള്ള കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹ്യൂമൻ ട്രാഫിക്കിന്റെ റിസ്ക് ഉണ്ട്. അവിടെ പോലീസ് ഇടപെട്ടു, കേസായി, ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലവിധ ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള ഏതെങ്കിലും ക്രൈസ്തവ പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ ഉണ്ടോ? നിങ്ങൾ മതപരിവർത്തനം മാറ്റിവെക്കുക, അവർ മനുഷ്യരെ കടത്തി എന്ന പേരിൽ ഒരു കേസ് പറയാമോ നിങ്ങൾക്ക്? അതെ, ഇവിടെ കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്തൊരു കേസുണ്ടായി. തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു, 3 കുട്ടികൾ ഉണ്ടായിരുന്നു, അവർക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസ് ഈ അടുത്ത കാലത്താണ് വെറുതെ വിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ കേസ് തള്ളിക്കളയണമെന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ? CPM-ൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ വളരെ വ്യക്തമായി ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തൃശ്ശൂർ നടന്ന സംഭവം BJP പ്രതിനിധികൾ പലപ്പോഴായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയാം. അത് കേസെടുത്തത് കേരള പോലീസ് അല്ല, RPF ആണ്. 2, അവരുടെ കൂടെ സഞ്ചരിച്ച ആളുകളുടെ കയ്യിൽ കൃത്യമായ യാത്രാരേഖകൾ ഉണ്ടായിരുന്നില്ല, തിരിച്ചറിയൽ രേഖ ഉണ്ടായിരുന്നില്ല. അതാണ് കേസായത്. അത് അവർക്ക് ജാമ്യം കിട്ടാതെ അവർ ജയിലിടുകയായിരുന്നില്ല. അവരുടെ കേസ് NIA കോടതി കൈമാറിയിട്ടില്ല. അവർ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കേസും എഴുത്തള്ളി, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, കേസ് അതിൻ്റെ യഥാക്രമം നടന്നതിന് ശേഷമാണ് അവരെ വെറുതെ വിട്ടത്. ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. NIAക്ക് റെഫർ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ NIAക്ക് റെഫർ ചെയ്തുകൊണ്ട് എന്താണ് സംഭവിച്ചത്? വളരെ ഇപ്പം ഹൈക്കോടതിയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാതെ പെട്ടെന്ന് ജാമ്യം കിട്ടുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ഒരു കേസിൽ വളരെ ത്വരിതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. മറ്റേ കേസ് ഏതാണ്ട്
4 വർഷത്തോളം കോടതികളിൽ എഴഞ്ഞു നീങ്ങിയെങ്കിൽ ഈ കേസ് അതിനും വളരെ മുൻപ് തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടും. അതിനാണ് തീർപ്പ് കൽപ്പിക്കപ്പെടാൻ കേസൊന്നും ഇല്ല എന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിക്ക് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് കേസ് താങ്കൾ പറഞ്ഞല്ലോ ഹൈക്കോടതിയിൽ പോയായിരുന്നെങ്കിൽ കേസ് വീണ്ടും വൈകുമായിരുന്നു. NIA കോടതി ആയതുകൊണ്ട് ഇത് കുറെ കൂടി NIA വന്നുകൂടി അവരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ വന്നിരിക്കുകയാണെന്ന് ഫാദർ ഹാജി പറയുന്നത് അതുകൊണ്ടാണ്. NIA ഭേദഗതി നിയമത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതിൽ എന്ത് നിയമവും അവർക്ക് ആഡ് ചെയ്യാം. NIAക്ക് എന്തും അന്വേഷിക്കാം. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരു ഷെഡ്യൂൾഡ് ക്രൈം അല്ലാതിരിക്കെ NIAക്ക് അത് അന്വേഷിക്കാനുള്ള നിയമ ഭേദഗതി വരുത്തിയത് BJP സർക്കാരാണ്. ആരെയും എങ്ങനെയും ആക്രമിക്കാവുന്ന ഒരു ഏജൻസിയാക്കി NIA മാറ്റി. അതെ അജിംസ്, ഇപ്പൊ താങ്കളുടെ കോൺസ്പിറസി തിയറി NIAയിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ ഞാൻ ഒട്ടും അതിശയിക്കുന്നില്ല. പക്ഷെ സത്യം എന്താണ്? NIA ഒരു രാജ്യദ്രോഹ കുറ്റം മാത്രം അന്വേഷിക്കുവാനുള്ള ഒരു ഏജൻസി അല്ല. മറ്റു പല ഏജൻസികളുമായും സംയോജിപ്പിച്ചുകൊണ്ട് കേസ് അന്വേഷിക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി രൂപീകൃതമായ ഒരു ഏജൻസിയാണ് NIA. അപ്പോൾ ആ NIA കേസ് അന്വേഷിക്കുമ്പോൾ അത് കൂടുതൽ ഇതുപോലെയുള്ള വയലേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് NIAക്ക് ഇത് കൈമാറിയത് എന്നൊക്കെ പറയുന്നത് എഗെയിൻ ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്. ഞാനത് ഇത്രയേ കാണുന്നുള്ളൂ. വളരെ വ്യക്തമായും സുതാര്യമായും വളരെ ക്വിക്കായിട്ട് ഇതിൽ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കുവാൻ NIA കോടതിക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാദം നടന്നിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പോലും അതിനെ എതിർത്തിട്ടൊന്നുമില്ല. ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ജാമ്യ ഉത്തരവിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബിജു നായർ. ജാമ്യ ഉത്തരവിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജഡ്ജി പ്രോസിക്യൂഷനെ എതിർത്ത്. അതെ, അത് വെറും തത്വത്തിലുള്ള എതിർപ്പാണ്. അതായത് ഇപ്പം ഇത് തന്നെ എഗെയിൻ വളച്ചൊടിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു പ്രോസിക്യൂഷൻ അതായത് കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് അസന്ദിഗ്ധമായി ആദ്യമായി പ്രഖ്യാപിക്കുന്നത്, കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് അസന്ദിഗ്ധമായി ആദ്യമായി പ്രഖ്യാപിക്കുന്നത് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ദൗത്യസംഘം അവിടെ ചെന്നിട്ട് ഈ കേസ് കള്ളക്കേസാണ് എന്ന് അവിടുത്തെ പ്രോസിക്യൂഷനെയും BJP നേതൃത്വത്തെയും ഛത്തീസ്ഗഡ് സർക്കാരിനെയും ബോധിപ്പിച്ചു. എങ്കിൽ പിന്നെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കുന്നതിനാണ്. ആ കേസ് അങ്ങ് പിൻവലിച്ചാൽ പോരെ? ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമുണ്ടായതാണ്, കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോടതിയും വഴക്കു പറയില്ല. അതെ, അവിടെയാണ് താങ്കളുടെ ആ അതിശയോക്തിയെ ഞാൻ തള്ളിക്കളയുകയാണ്. അങ്ങനെയൊന്നും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട്, കന്യാസ്ത്രീകളുടെ മോചനം ത്വരിതഗതിയിൽ നടത്തിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം നടത്തിയെടുക്കുകയും ചെയ്തു. അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി പല ഏജൻസികളുമായും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. ഇപ്പൊ ആദ്യം തന്നെ ഈ സെഷൻസ് കോടതിയിലുള്ള ജാമ്യാപേക്ഷ തള്ളിപ്പോയത് തന്നെ ആ ജാമ്യാപേക്ഷ ഈ കന്യാസ്ത്രീകളുടെ അനുവാദം പോലും ഇല്ലാതെ ഒരു യൂണിറ്റി ഫോറം എന്ന് പറഞ്ഞ് അവർ കൊടുത്തത് കൊണ്ട് മാത്രമാണ് അത് പെട്ടെന്ന് തന്നെ തള്ളിപ്പോയത്. കുറച്ചും കൂടെ സാവകാശത്തിൽ ഇത് നമുക്ക് വ്യക്തമായി ഇതിനു മുമ്പ് തന്നെ നേടിയെടുക്കുവാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെയാണ് വെറും നാടകത്തിന്റെ പേരിൽ, അത് ന്യൂനപക്ഷ പ്രീണന നാടകത്തിന്റെ പേരിൽ ഇത് കേരളത്തിലുണ്ടായ കേസുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കേസുകളുണ്ട്. അപ്പോഴൊന്നും ഇടപെടാത്ത രീതിയിലുള്ള ഒരു സംയുക്ത മുന്നേറ്റം അത് LDFന്റെയും UDFന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് മലയാളികളായ ധാരാളം ന്യൂനപക്ഷ അംഗങ്ങൾ രാജ്യത്തെ പല ജയിലുകളിലും ഇതുപോലെ കേസുകൾ പെട്ടിട്ടുണ്ട്. BJP എവിടെയും കണ്ടിട്ടില്ല. ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രീണനം നിങ്ങളും നടത്തി BJP. അല്ല, ഇവിടെ ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇത് പ്രീണനമാണോ, ഇത് യഥാർത്ഥ ജോലിയാണോ? ആ ജോലി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളവർക്കാണ് ക്രെഡിറ്റ് വേണ്ട എന്ന് പറയുവാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി ആ ഒരു സിറ്റുവേഷൻ ഒരു ജോലിയും ചെയ്യാതെ അവിടെ പോയി ഖദർമിട്ട് നിന്ന റോജിയം ജോണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ MLA അല്ല എന്റെ സഹോദരനാണ് എന്ന് കന്യാസ്ത്രീകളുടെ സഹോദരൻ വിലപിച്ചത് വെറുതെ ആയിരിക്കാം. അല്ല, അങ്ങനെയല്ല. ഇപ്പം KC വേണുഗോപാലിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വേറൊരാൾ പറഞ്ഞു. ഇപ്പൊ ഇവ ആരെ തള്ളിക്കളയുവാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം NIA കോടതിയിലേക്ക് കേസ് പോയത് NIA എന്ന ഏജൻസിയിലൂടെ വന്നതിലൂടെ വളരെ പെട്ടെന്ന് ഇവർക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായി. കോടതി കേസ് പെട്ടെന്ന് തീർപ്പാക്കുമെന്നാണ് ബിജു നായരുടെ വാദം. എന്താണ് മറുപടി? ഫാദർ ഹാജി. യെസ്, ബിജു സാർ പറഞ്ഞ ഒരു കാര്യം, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. ബിജു സാർ, അങ്ങ് പറഞ്ഞൊരു കാര്യം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പ്രശ്നമെന്നാണ്. അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ. ആരെങ്കിലും ഒരു സഞ്ചയം പിടിച്ച് പോകുമ്പോൾ
ആരെങ്കിലും വിളിച്ച് പറയുകയാണ് ആ സഞ്ചിക്കകത്ത് മാട്ടിറച്ചിയാണോ എന്നൊരു സംശയം, ആരെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കൂട്ടം വരികയാണ്. അങ്ങ് തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അതിനുശേഷം ലാബിലയച്ച് അവരുടെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ആ മാംസം ലാബിലയച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അത് നമ്മുടെ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ആട്ടിറച്ചിയായിരുന്നുവെന്ന്. സംശയത്തിൻ്റെ പേരിലാണ് ഉണ്ടായത്. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടുമോ? ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടുകയാണ് നമ്മുടെ ഭാരതത്തിൽ. സഹോദരിമാര്, സിസ്റ്റേഴ്സ് സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവരുടെ കൂടെ ആരെങ്കിലും സഞ്ചരിക്കുന്നത് കാണുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ ഇങ്ങനെയാണോ നമ്മുടെ ഈ ആർഷഭാരതത്തിൽ കൈകാര്യം ചെയ്യുന്നത്? എന്താ നടന്നെന്താണ്? സാർ എന്താണ് അതിനെ വിമർശിക്കാത്തത്? എത്ര ക്രൂരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു വാക്കുപോലും അങ്ങയുടെ ഭാഗത്ത് നിന്ന് ബജ്രംഗ് ദൾ, ഞാനിപ്പോൾ എക്സ് ഓർ വൈ, ആ പ്രസ്ഥാനം വേറെ പ്രസ്ഥാനം ആവട്ടെ, ഇവിടെ നമുക്കറിയാം അവിടെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ബജ്രംഗ് ദൾ ആണ്. എന്താണ് അങ്ങ് വിമർശിക്കാത്തത്? അവർ ചെയ്തത് തെറ്റാണ് എന്ന് എന്താണ് പറയാത്തത്? അതുപോലെ തന്നെ അങ്ങ് കാണുന്നില്ലേ ആ സഹോദരിയെ അവിടെ കൂടിയവരെ അടിക്കുന്നത് കാണുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങേക്ക് ഈ ഭാരതത്തിന്റെ ഒരു മകളെ കുറച്ചു പേര് കൂടി വന്ന് അത് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ഒരു സഹോദരിയെ അടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സഹോദര അങ്ങേക്ക് വേദന തോന്നാത്തത്? അപ്പോൾ ആ സിസ്റ്റേഴ്സ് എന്താ പറഞ്ഞത്? അവരെ അടിക്കണ്ട, ഞങ്ങളെ അടിച്ചോളൂ എന്നാ പറഞ്ഞത്. അതിനുശേഷം NIA കോടതിയിലേക്ക് വിട്ടത് ഇത് പെട്ടെന്ന് തീർപ്പാക്കാനാണ് എന്ന് അങ്ങേപോലെ അറിവുള്ള ഒരാൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ധരിക്കേണ്ടത്? NIA കോടതിയിലേക്ക് ഒരു കേസ് ചെല്ലുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു പൗരനെ സംബന്ധിച്ച് നല്ല കാര്യമാണോ? ഭയത്തോടു കൂടിയാണ് ആളുകൾ കാണുന്നത്. NIA, ED ഈ വാക്കുകളൊക്കെ ഭാരതത്തിലെ പലർക്കും ഭയമായിരിക്കുന്നുവെന്ന്. പ്രതിപക്ഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ പേരിൽ, അനിഷ്ടമുള്ളവരുടെ പേരിൽ ഇതെല്ലാം അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ഭയം വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ലേ സാർ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഒരേ തുല്യതയുള്ള പൗരന്മാരാണ്. എന്താ അങ്ങ് വിവക്ഷിക്കുന്നത്? ഇതല്ല കുറച്ചു പേര് സഭാവസ്ത്രം ധരിച്ച സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ താടി വെച്ച തൊപ്പി വെച്ച സഹോദരങ്ങൾ, ഇവരൊക്കെ വരുമ്പോൾ സംശയിക്കപ്പെടേണ്ട വിഭാഗമായിട്ട് എന്നു തൊട്ടാണ് നമ്മുടെ ഭാരതത്തിൽ മാറിയത്. നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഈ ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ ഈ സംശയം ഉണ്ടാവുന്നില്ല. അവർക്ക് ആർക്കും ഉടലെടുക്കുന്നില്ല. പ്രത്യേക രാഷ്ട്രീയ ബോധമുള്ള ആൾക്കേ അത് ഉണ്ടാവുന്നുള്ളൂ. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും വ്യക്തമാണ്. ഞാൻ വരാം. ശ്രീ അനൂപ് എന്തോ പറയാൻ വന്നിരുന്നു. അല്ല, അജിംസ എന്നോട് ചോദിച്ചൊരു ചോദ്യം സംഘപരിവാറിന്റെ പ്രതിനിധി ദുരുപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്. അജിംസ എന്നോട് ചോദിച്ചത് മതപരിവർത്തന നിരോധനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യാം, വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനെ സംഘപരിവാറിന്റെ പ്രതിനിധി ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല. ഛത്തീസ്ഗഡിലടക്കം നിയമം കൊണ്ടുവന്നത് ആരാണെന്നറിയാം എന്ന് മാത്രമല്ല, ഈ നിയമത്തിന്റെ പേരിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പുരോഹിതന്മാർ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം മുൻപ് ഇല്ലാത്തതാണ്. താങ്കൾ തന്നെ അത് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കേസെടുക്കുന്നത് ഈ നിയമവുമായി പോലും ബന്ധമില്ലാത്തതാണ്. ഞാൻ ഇത്തരമൊരു ചോദ്യം വന്നപ്പോൾ അത് സതുദ്ദേശത്തോടു കൂടി വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യാമെന്ന് പറഞ്ഞതിനെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ നിയമം മൂലമാണെന്നൊക്കെ BJPയുടെ പ്രതിനിധി സംഘപരിവാർ സഹയാത്രികൻ അത് ഉപയോഗപ്പെടുത്തുന്നത് പ്രതിരോധിക്കേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ്. പിന്നെ കോൺഗ്രസ് ക്രെഡിറ്റ് എടുക്കാത്തത്, കോൺഗ്രസ് ക്രെഡിറ്റിന് വേണ്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടല്ല. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഭരണഘടനാപരമായ ദൗത്യ നിർവഹണമാണ് എന്ന് ബോധമുള്ളത് കൊണ്ടാണ്. ഇവിടെ ക്രെഡിറ്റ് എടുക്കാൻ ആരാ വന്നതെന്ന് കണ്ടതാണല്ലോ. ക്രെഡിറ്റ് എടുക്കാൻ ആ കന്യാസ്ത്രീമാരുടെ അടുത്തേക്ക് ഓടി വന്ന അനൂപ് ആന്റണിയൊക്കെ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇത്തരം ഉളുപ്പില്ലാത്ത പ്രവർത്തികൾ ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന വിഷ്വൽസ് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് കന്യാസ്ത്രീ, അവിടുത്തെ മദർ സുപ്പീരിയർ കന്യാസ്ത്രീ അമ്മ KC വേണുഗോപാലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത്, അത് ആ വൈകാരികമായ പ്രശംസ ഞങ്ങൾ തലകുനിച്ച് ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് കോൺഗ്രസിന് KC വേണുഗോപാലിന് ക്രെഡിറ്റ് ആവശ്യമില്ല, കന്യാസ്ത്രീകളുടെ പ്രാർത്ഥന മതി, അതിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിൽ പ്രകോപിതരായിട്ട് കാര്യമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശരി ഡോക്ടർ സമ്പത്ത്, ഈ മതപരിവർത്തന നിരോധന നിയമം ഈ ഗോവധ നിരോധന നിയമം പോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമമായി മാറുകയാണ്. അതിൻ്റെ ഉദ്ദേശം അതായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ പോലും അത് ഉപയോഗിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനാണ്. ഇത്തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സംശയജനകമായ സാഹചര്യങ്ങൾ, ആർക്ക് സംശയജനകം എന്നുള്ളത് മറ്റൊരു കാര്യം, അങ്ങനെ സാഹചര്യങ്ങൾ ഉപയോഗിച്ച്
ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനുള്ള ഒരു വടിയായ നിയമങ്ങൾ മാറുകയാണ്. എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമാണ് ഈ രണ്ട് നിയമങ്ങളും? അജിംസ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറയാം, സമയം ചുരുക്കമുള്ളതുകൊണ്ട്. ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി തങ്ങൾക്ക് അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നതായ ഒരു യൂണിയൻ ഗവൺമെൻറ്റാണ് നിലവിൽ വരുന്നത് എങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ നിയമങ്ങൾ റിപ്പീൽ ചെയ്യുന്നതിന്, റദ്ദാക്കുന്നതിന് ഞങ്ങളുടെ പരിശ്രമം ഉണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതിയ പാർട്ടി CPIM-ന്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ NIA കോടതിയിലേക്ക് ഇതെല്ലാം വിട്ടതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. ഞാനിത് ഒന്ന് പറഞ്ഞോട്ടെ അജിംസെ. ഈ ശവന്തീനി കഴുകന് വിശപ്പില്ല എങ്കിൽ പോലും മാടപ്രാവിനെ വേട്ടയാടി വലിച്ചു കീറുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ ആകാശത്തിൻ്റെ അധിപൻ ഞാനാണ് എന്ന് മറ്റു പക്ഷികളെ ബോധ്യപ്പെടുത്താനാണ്. ശവന്തീനികളായിട്ടുള്ള ഈ നമ്മൾ കഴുതപ്പുലി എന്ന് പറയും, ഹൈനാസ് എന്ന് പറയുന്നത്, അതിന് ഒരു വിശപ്പുമില്ല എങ്കിലും ചിലപ്പോൾ അത് മാൻപേടകളെ വല്ലാതെ ആക്രമിച്ച് വലിച്ചു കീറി ഇടുന്നതെല്ലാം തിന്നില്ലെങ്കിൽ പോലും ഇവിടെ ഈ പറയുന്ന പുൽമേടിൻ്റെ എല്ലാം അധിപൻ ഞാനാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വംശഹത്യയിൽ തുടങ്ങിയതായ രാഷ്ട്രീയത്തിൻ്റെ വംശപറിയുടേതായിട്ടുള്ള വർഗീയ വിഷം വമിപ്പിക്കുന്നതായിട്ടുള്ള അതിന് ഏതറ്റം വരെയും പോകാനായിട്ടുള്ള എന്തും ശരിയാണ് എന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് കള്ളം പറയാൻ തങ്ങൾക്ക് അധികാരാവകാശങ്ങളുണ്ട് എന്നവർ വിശ്വസിക്കുന്നവർ ഇതാ ഈ മഹത്തായ ഭരണഘടനയിൽ അങ്ങനെ ഹിന്ദു എന്ന്, മുസ്ലിം എന്ന്, ക്രിസ്ത്യാനി എന്ന് ഒന്നും ഈ ഭരണഘടനയിൽ പറയുന്നില്ല. ഇവിടെ ഫാദർ അജി സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്ന ഈ ഭരണഘടന ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് NIA കോടതിയിലേക്ക്, NIA കോടതിയിൽ കേസ് പോയാൽ അജിംസ് എങ്ങനെയെന്നറിയോ? സാധാരണ നമ്മുടേതായിട്ടുള്ള നാട്ടിലെ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ, നമ്മുടെ ക്രിമിനൽ നടപടികളിലെല്ലാം ഉള്ളത് പ്രോസിക്യൂഷൻ പ്രതി അല്ലെങ്കിൽ പ്രതികൾ ഈ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കണം. അങ്ങനെയാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിലോ NIA കോടതിയുടെ മുമ്പിലൊക്കെ ചെല്ലുന്നതായിട്ടുള്ള കാര്യത്തിൽ എങ്ങനെ അവിടെ ഈ ഇരകൾ തന്നെ, ഇവിടെ ഈ ഇരകളായിട്ടുള്ള കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ, അവരോടൊപ്പമുള്ളവർ, അവർ തെളിയിക്കണം ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന്. പ്രോസിക്യൂഷനിലെ തെളിയിക്കേണ്ടത്. ഇവിടെ പറയുന്നു മനുഷ്യക്കടത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് മനുഷ്യക്കടത്ത് എന്നുള്ളത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ചില ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അജിംസ് നന്നായിട്ട് ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പെരുന്നാളിന് തൊട്ട് മുമ്പായിട്ട് BJPയുടെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തതായ ചില നടപടികൾ, നിലപാടുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ജൂലൈ 28 എന്താ? ഫാദറിന് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ജൂലൈ 28 വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനമാണ്. ആ തിരുനാൾ ദിനത്തിൽ ഇത്തരത്തിൽ ഇത് ചെയ്തത് ആസൂത്രിതമല്ല എന്നാണോ BJPയുടെ സഹയാത്രി? BJP ഇപ്പോൾ ഡിസോൺ ചെയ്തേക്കും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും, മാത്രം സഹയാത്രികൻ മാത്രമാണ്, BJPയുടെ വക്താവല്ല. എന്താ തെരഞ്ഞെടുത്തത്? ബോധപൂർവം തെരഞ്ഞെടുത്തതാണ്. ബാബറി മസ്ജിദ് പൊളിച്ചല്ലോ, ആ പൊളിച്ച കേസുണ്ടല്ലോ, അത് സംഭവം ഗൂഢാലോചന നടന്നു എന്ന്, നിയമവിരുദ്ധ സംഘം ചേരൽ നടന്നു എന്ന്, അക്രമം നടന്നു എന്ന്, അവരുടേതായിട്ടുള്ള വാക്ക്, പ്രവൃത്തി അതെല്ലാം ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന്, എന്നിട്ട് ഇവർ കുറ്റം ചെയ്തു എന്ന്, എന്നാൽ ശിക്ഷയില്ല എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ നാട്ടിലൊരു കോടതി ഉണ്ടല്ലോ. ഈ ഡിസംബർ 6 പ്രത്യേകത കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചങ്ങാതിമാരൊന്ന് ഓർക്കണം കേട്ടോ. ഡിസംബർ 6 പ്രത്യേകത എന്നത് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കാനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ അംബേദ്കറുടെ അദ്ദേഹത്തിൻ്റെ നിര്യാണ ദിവസമാണ്. ഓർക്കണം, അത് ഡിസംബർ 6 പ്രത്യേകതയാണ്. ഡോക്ടർ അംബേദ്കറെ ഞങ്ങൾ എങ്ങനെ നിന്ദിക്കാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വലിച്ചു കീറാനും കഴിയും, ഈ ഭരണഘടനയെ വലിച്ചു കീറാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ട് അവർ കാണിച്ചു തന്നതാണ്. ഇവിടെ ഈ മതപരിവർത്തനത്തിനെ കുറിച്ച് പറയുകയാണ്. 1946 5 ലക്ഷത്തിലധികം അനുയായികളുമായി ഒറ്റയടിക്ക് അത്തരത്തിൽ ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതം സ്വീകരിച്ചു പോയ ബാബാ സാഹേബ് അംബേദ്കറെ, അദ്ദേഹത്തിൻ്റെ അനുയായികളെ നിങ്ങൾ മുൻകാല പ്രാബല്യത്തോടു കൂടി അവരെല്ലാം നിങ്ങളിങ്ങനെ വിചാരണ ചെയ്യുമോ? ബജറംഗ് ദളും ഈ പറയുന്ന കിനാവള്ളിക്കരങ്ങൾ പലതും ഉണ്ടല്ലോ, സംഘപരിവാറിന്റെ പല കിനാവള്ളിക്കരങ്ങൾ, ഒരു കരം എന്ത് ചെയ്യുന്നത് മറ്റൊരു കരം അന്വേഷിക്കേണ്ടതില്ല. വിചാരധാര ബുദ്ധമതാനുയായികളെ ആഭ്യന്തര ശത്രുക്കളായി എണ്ണുന്നില്ല എന്നും ശ്രദ്ധേയമാണ്. നന്ദി ശ്രീ സമ്പത്ത്. ഇത് ഭരണഘടനാപരമായ പ്രശ്നം ചൂണ്ടിക്കാട്ടിയതിന് നന്ദി. VR അനൂപ്, ബിജു നായർ, ഫാദർ അജി പുതിയ പറമ്പിൽ ഇത്രയും